UDF-ലേക്കുള്ള ക്ഷണം നേതാക്കൾ നിർത്തണമെന്ന് കേരള കോൺഗ്രസും LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടും വിളിക്കുന്നത് എന്തിനാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ചോദിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ അടിത്തറ ഭദ്രമാണെന്നതിന് തെളിവാണ് UDF നേതാക്കളുടെ ക്ഷണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്ത്യൻ വോട്ട് LDF-നെ കൈവിട്ടുവെന്ന പ്രചാരണം തെറ്റാണെന്നും നേതൃത്വം വ്യക്തമാക്കി. ജോസ് കെ മാണി ഏത് സീറ്റിൽ മത്സരിക്കുമെന്നത് സീറ്റ് ചർച്ച കഴിഞ്ഞ് തീരുമാനിക്കുമെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. അതേസമയം മുന്നണി വിടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഉറപ്പ് നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കണ്ടു. മുന്നണി മാറ്റ വാർത്തകൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഒരു UDF നേതാക്കളുമായും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം അടക്കമുള്ള മധ്യകേരളത്തിൽ തിരിച്ചു വരാനാകുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് ഇടതു മുന്നണി വിടുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു. കേരള കോൺഗ്രസ് എമ്മിനെ അവിശ്വസിക്കുന്നില്ലെന്ന നിലപാടിലാണ് CPIM. തദ്ദേശ തോൽവിയിലെ തിരിച്ചടിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF വിടുമെന്നും പാർട്ടിയെ UDF-ലെത്തിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സജീവ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിപുലീകരിക്കാനാണ് UDF-ന്റെ നീക്കം. മാണി വിഭാഗത്തെ മുന്നണിയിലെത്തിച്ചാൽ അത് ഗുണം ചെയ്യുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ജോസ് കെ മാണി കൂടെയുണ്ടെങ്കിൽ 100 സീറ്റിലെങ്കിലും UDF-ന് ലഭിക്കുമെന്നാണ് മുന്നണിയുടെ കാഴ്ചപ്പാട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ ഒരു പരാമർശത്തിലാണ് മുന്നണി വിപുലീകരണം ചർച്ചയായി മാറിയത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് മടങ്ങി വരുമോ എന്ന തരത്തിലാണ് ചർച്ചകൾ നീങ്ങിയത്. ഇതിനിടയിൽ വെൽഫെയർ പാർട്ടി സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതാക്കളോട് മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ ചോദിച്ചെങ്കിലും ആശയപരമായി യോജിക്കുന്നവർ വരണം എന്ന തരത്തിലായിരുന്നു മറുപടി. KM മാണിയോട് അടുപ്പമുണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള നേതാക്കൾ നടത്തിയ UDF വാതിലടച്ചിട്ടില്ല എന്ന പ്രസ്താവനയും ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്.